ആഘോഷിച്ചോളൂ. 79 മിനിറ്റ് വരെ മതിമറന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാം എന്ന രീതിയിലായിരിക്കണം അർജന്റീനയുടെ കഴിഞ്ഞ മത്സരങ്ങളിൽ അവരുടെ ഓരോ പ്രകടനവും. 79-ാം മിനിറ്റിന് ശേഷം, അതായത് റൊമേറോയുടെ ഗോളിന് ശേഷം അർജന്റീന ഒരു തീപ്പൊരി കളി തന്നെയായിരുന്നു. അവർക്ക് വേണ്ടത് കംബാക്കാണ്, ഒരു തിരിച്ചുവരവ്. അർജന്റീന വേൾഡ് കപ്പിൽ ആരാണെന്ന് അവർക്ക് തെളിയിക്കണം. അതിനായി അവർ എന്തും ചെയ്യാൻ മടിക്കുകയില്ല. ഇത് മെസ്സിയുടെ കഥയാണ്, മെസ്സിയുടെ പിള്ളേരാണ്. ഒരു പെനാൽറ്റി കീപ്പറുടെ കയ്യിലോട്ട് അടിച്ചു എന്ന് കരുതി നിങ്ങൾ അയാളെ തളർത്തേണ്ടിയിരുന്നില്ല. തളർത്തിയാൽ അയാൾക്ക് ഏറെ ഊർജം ലഭിക്കുകയാണ്. അത് പിന്നീട് ഉടനീളം നമ്മൾ മത്സരത്തിൽ കണ്ടതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് അയാളെ ഫിഫ ബോയ് എന്നും പെസ്സി എന്നും ഫിഫന്റീന എന്നൊക്കെ പറയുന്നത്? അർജന്റീന ആ ഒരു കംബാക്ക് അടിച്ചില്ലായിരുന്നുവെങ്കിൽ അർജന്റീന ആ മത്സരത്തിൽ തോറ്റ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായേനെ. നിങ്ങൾക്ക് അയാളോട് അസൂയയാണോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരത്തെ അയാൾ തീർത്തിട്ടുണ്ടോ? മത്സരത്തിൻ്റെ 79 മിനിറ്റ് വരെ ലിയണൽ മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൽ കപ്പില്ല എന്ന് പരിഹസിക്കുകയായിരുന്നു. 79 മിനിറ്റിന് ശേഷം ഒരു മികച്ച 3-2 എന്ന കംബാക്ക് അടിച്ചപ്പോൾ പെസ്സി, ഫിഫന്റീന എന്നൊക്കെയായി. ഇത് സ്വാഭാവികമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഫിഫ എന്തുകൊണ്ട് അയാളെ തോൽപ്പിച്ചു കളഞ്ഞു? അയാളെ വിജയിപ്പിച്ചൂടെ? 2016 കോപ്പയും അയാളെ തോൽപ്പിച്ചു കളഞ്ഞു. അതെ, പിന്നീട് അയാൾ ചരിത്രം സൃഷ്ടിക്കുകയല്ലേ. അതുകൊണ്ട് പലർക്കും അസൂയ മൂത്തിരിക്കും. 2022 വേൾഡ് കപ്പും നേടി 2026 വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടറും കഴിഞ്ഞ് ക്വാർട്ടറിലോട്ട് അർജന്റീന എത്തുകയാണ്. മെസ്സിയും പിള്ളേരും ശക്തരാണെന്ന് കഴിഞ്ഞ കളിയിൽ കണ്ടതാണ്. ഒരു മികച്ച കംബാക്ക് അവർ കാണിച്ചു തന്നു.